ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. KSU ജില്ലാ പ്രസിഡന്റ് പോലീസിനെതിരെ നടത്തിയത് വൈകാരിക പ്രകടനമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി VP ദുൽഖിഫിൽ. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായി യുവമോർച്ചയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ്. ഇന്ത്യൻ റെയിൽവേയുമായി വയനാടിനെ ബന്ധിപ്പിക്കണമെന്ന് വിവിധ സംഘടനകൾ. തെരുവ് നായ ശല്യം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് റെസിഡൻസ് അപ്പെക്സ് കൗൺസിൽ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. KSU ജില്ലാ പ്രസിഡന്റ് പോലീസിനെതിരെ നടത്തിയത് വൈകാരിക പ്രകടനമാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി VP ദുൽഖിഫിൽ. RSSന്റെ തിട്ടൂരത്തിനനുസരിച്ചാണ് കോഴിക്കോട്ടെ പോലീസ് പ്രവർത്തിക്കുന്നതെന്നും പ്രസംഗം പ്രാവർത്തികമാക്കാൻ പോലീസ് നിർബന്ധിക്കരുതെന്നും ദുൽഖിഫിൽ പറഞ്ഞു. FIR ഉൾപ്പെടെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ആണ് ഈ അക്രമങ്ങൾക്കൊക്കെ കാരണക്കാരനായത് എന്ന് പറഞ്ഞിട്ട് മൊഴി കൊടുത്തിട്ടും ആ മൊഴി ഏകദേശം ആ പോലീസുകാരൻ തന്നെ അംഗീകരിച്ചിട്ടും ഈ സമയം വരെ FIR പേര് ചേർക്കാതെ അൺനോൺ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് പോലീസ് ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞങ്ങൾ തീർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു, വൈകാരിക തലത്തിൽ നടത്തിയ പ്രസംഗം അത് പ്രാവർത്തികമാക്കാൻ കോഴിക്കോട് പോലീസ് നിർബന്ധിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായി യുവമോർച്ചയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് നടത്തി. മെഡിക്കൽ കോളേജ് ബ്ലഡ് ബാങ്കിൽ നടന്ന ക്യാമ്പ് യുവമോർച്ച സിറ്റി ജില്ലാ പ്രസിഡന്റ് M വിജിത്ത് ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 75ാം ജന്മദിനത്തിന്റെ ഭാഗമായി യുവമോർച്ച സംസ്ഥാന വ്യാപകമായി വിവിധ സന്നദ്ധ സേവന പരിപാടികൾ നടത്തിവരികയാണ്. ഇതിന്റെ ഭാഗമായി യുവമോർച്ച സിറ്റി ജില്ലാ കമ്മിറ്റി മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ബ്ലഡ് ബാങ്കിൽ നടന്ന പരിപാടി യുവമോർച്ച സിറ്റി ജില്ലാ പ്രസിഡന്റ് M വിജിത്ത് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഒക്ടോബർ 2-ാം തീയതി വരെ വിവിധ തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങളും മറ്റുമാണ് നമ്മുടെ ജില്ലയിൽ നടക്കുന്ന പരിപാടികൾ. യുവമോർച്ചയുടെ തന്നെ വരും ദിവസങ്ങളിൽ സേവന പ്രവർത്തനങ്ങളും കായിക മത്സരങ്ങളും മറ്റും നടത്താനാണ് സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ മറ്റു പരിപാടികൾ യുവമോർച്ചയുടേത് പ്ലാൻ ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിൽ സേവന പ്രവർത്തനങ്ങളും മറ്റുമായി ആരാധനായ നരേന്ദ്രമോദിയുടെ ജന്മദിനാഘോഷം വളരെ നല്ല രീതിയിൽ ആഘോഷിക്കുവാനും കൊണ്ടാടുവാനാണ് യുവമോർച്ച ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ജില്ലാ ഭാരവാഹികളായ യദുരാജ് KV, റിബിത്ത് മാങ്കാവ്, സോമിത്ത് VK, ശരത് കുന്നമംഗലം തുടങ്ങിയവർ നേതൃത്വം നൽകി. BJP ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ശുചീകരണ തൊഴിലാളികൾക്ക് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പുതുവസ്ത്രങ്ങൾ വിതരണം ചെയ്തു. മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ തളി ക്ഷേത്ര പരിസരത്തും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇന്ത്യൻ റെയിൽവേയുമായി വയനാടിനെ ബന്ധിപ്പിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിലും CIRUAയും ആവശ്യപ്പെട്ടു. ബേറാബി സൈറാങ് മാതൃകയിൽ വയനാടിനെ ബന്ധിപ്പിച്ച് റെയിൽപാത നിർമ്മിക്കണമെന്നും സംഘടനകളുടെ സംയുക്ത യോഗം നിവേദനത്തിൽ അഭ്യർത്ഥിച്ചു. യാത്രാ ദുരിതം പരിഹരിക്കാൻ സർവേ നടപടികൾ പുരോഗമിക്കുന്ന നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാത യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ, കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ എന്നിവർ സംയുക്തമായി പ്രധാനമന്ത്രി, റെയിൽവേ മന്ത്രി, കേരള മുഖ്യമന്ത്രി എന്നിവർക്ക് നിവേദനം സമർപ്പിച്ചു. കേന്ദ്ര സർക്കാർ, കേരള, കർണാടക സർക്കാരുകൾ എന്നിവർ യോജിച്ച് ബേറാബി സൈറാങ് മാതൃകയിൽ വയനാടിനെ ബന്ധിപ്പിച്ച് റെയിൽപാത നിർമ്മിച്ചാൽ വയനാടിന് മാത്രമല്ല കേരളത്തിൽ നിന്നും ബാംഗ്ലൂർ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്കുള്ള യാത്രക്കാർക്കും ചുരുങ്ങിയ സമയത്തിലും ചിലവിലും എത്തിച്ചേരാൻ ഏറ്റവും എളുപ്പമേറിയ വഴിയായി മാറുകയും അതോടൊപ്പം
ഷൊർണൂർ കൊങ്കൺ റെയിൽവേ പാത അടക്കം മറ്റു പാതകളിലെ തിരക്കും കുറയ്ക്കാൻ സാധിക്കുമെന്നും യോഗം വിലയിരുത്തി. ഈ ആവശ്യം നേടിയെടുക്കാൻ ഭാവി പ്രവർത്തനങ്ങൾക്ക് നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേ ആക്ഷൻ കമ്മിറ്റി, വയനാട് ചേംബർ ഓഫ് കൊമേഴ്സ്, വയനാട് ടൂറിസം അസോസിയേഷൻ എന്നിവരുടെ വിപുലമായ യോഗം വിളിച്ചു ചേർത്ത് ഭാവി പരിപാടികൾക്ക് രൂപം നൽകാനും യോഗം തീരുമാനിച്ചു. CIRUA ദേശീയ വർക്കിംഗ് ചെയർമാൻ ഷെവലിയർ C. ചാക്കുണ്ണി യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. വയനാടിന്റെ ഗതാഗതത്തിലുള്ള പിന്നോക്കാവസ്ഥ പരിഹാരം കാണുന്നതിന് മിസോറാമിൽ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ആ മോഡലിലെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇപ്പോൾ സർവേ നടപടികളുണ്ടായ നഞ്ചങ്കോട് നിലമ്പൂർ പാത നിർമ്മിച്ച് പരിഹാരം കാണണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. MDC സീനിയർ വൈസ് പ്രസിഡന്റ് A. ശിവശങ്കരൻ മുഖ്യപ്രഭാഷണം നടത്തി. CIRUA കൺവീനർമാരായ TP വാസു, PI അജയൻ, സൺഷൈൻ ഷൊർണൂർ, റൊണാൾഡ് JG, ശ്രീരസ് PP, റിയാസ് നേരോത്ത് എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. രൂക്ഷമായ തെരുവ് നായ ശല്യം പരിഹരിക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് റെസിഡൻസ് അപ്പെക്സ് കൗൺസിൽ. ഈ ആവശ്യമുന്നയിച്ച് കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കളക്ടറേറ്റിന് മുന്നിൽ ശ്രദ്ധ ക്ഷണിക്കൽ സമരം നടത്തി. അക്രമകാരികളായ തെരുവു നായകളെ ദയാവധം ചെയ്യാൻ നിയമനിർമ്മാണം നടത്തുക, തെരുവിൽ അലഞ്ഞു നടക്കുന്ന നായകളെ ജനവാസമില്ലാത്ത മേഖലയിൽ ഷെൽട്ടർ ഏർപ്പെടുത്തി മാറ്റിപ്പാർപ്പിക്കുക, പൊതുസ്ഥലങ്ങളിൽ തെരുവു നായകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെതിരെ കർശന നടപടികൾ ഉണ്ടാകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് റെസിഡൻസ് അപ്പെക്സ് കൗൺസിൽ ഓഫ് കോഴിക്കോടിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ശ്രദ്ധ ക്ഷണിക്കൽ സമരം നടത്തിയത്. കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PC അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. മൃഗസ്നേഹത്തിന്റെ മറവിൽ വൻകിട വാക്സിൻ ലോബിയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള ബാധ്യത നിറവേറ്റാൻ ഭരണാധികാരികളും നീതിന്യായ കോടതികളും തയ്യാറാവണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. നമ്മുടെ ഭരണഘടന ഉറപ്പുവരുന്ന സ്വതന്ത്രമായി ജീവിക്കാനും സഞ്ചരിക്കാനുമുള്ള അവകാശത്തിന് വേണ്ടിയുള്ള സമരത്തിലാണ് ഇന്ന് റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകർ ഏർപ്പെട്ടിരിക്കുന്നത്. പ്രതിഷേധ പരിപാടിയിൽ കോൺഫെഡറേഷൻ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി MK ബീരാൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി C. രാധാകൃഷ്ണൻ, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് R. അനിൽകുമാർ, വനിതാ കമ്മിറ്റി സംസ്ഥാന പ്രസിഡന്റ് K. സതീദേവി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. മിൽമ ഐസ്ക്രീം, ഫ്രണ്ട്സിന്റെ അത്രയും ഫ്ലേവേഴ്സ്. വാവ്, എപ്പിക്. ഇത് പൊളിക്കും. എവിടെ അവിടെ ഇത് വേറെ ലെവലാണ്. സൗത്ത് ഇന്ത്യ ഇന്നേവരെ കാണാത്ത എപ്പിക് എക്സ്പീരിയൻസ് ഇനി ഞങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്കും കാണാം. അനുഭവിച്ചറിയാം. മൈജി ഫ്യൂച്ചറിന്റെ ഇന്നേ വരെ കാണാത്ത ഏറ്റവും വലിയ എപ്പിക് ഷോറൂം മൈജിയുടെ സ്വന്തം നാടായ കോഴിക്കോട് തൊണ്ടയാട് വരുന്നു. മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കോഴിക്കോട്. ഡിജിറ്റൽ ഗാഡ്ജറ്റുകളുടെയും ഹോം അപ്ലയൻസുകളുടെയും കിച്ചൺ അപ്ലയൻസുകളുടെയും എപ്പിക് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് കോഴിക്കോട് മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയുടെ എപ്പിക് കളക്ഷൻസ്, എപ്പിക് ഓഫർ, എപ്പിക് വിലക്കുറവ്. ഈ വരുന്ന സെപ്റ്റംബർ 20 രാവിലെ 10 മണിക്ക് കോഴിക്കോട് തൊണ്ടയാട് മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിന്റെ ഉദ്ഘാടനത്തിനായി ഞങ്ങൾ നിങ്ങളുണ്ടാവില്ലേ? മൈജി ഫ്യൂച്ചർ തൊണ്ടയാട് ജംഗ്ഷൻ, കോഴിക്കോട്. Bobby Chemanur International Jeweler.
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ദർശനം സാംസ്കാരിക വേദിയുടെ 30ാമത് വാർഷികാഘോഷ പരിപാടികളിൽ പ്രഭാഷകൻ VK സുരേഷ് ബാബുവും ഗായിക പ്രസീത ചാലക്കുടിയും എത്തും. സുരേഷ് ബാബുവിന്റെ പ്രഭാഷണം സെപ്റ്റംബർ 19-നും പ്രസീതയുടെ ഉറവ് നാടൻപാട്ട് അവതരണം 20-നും നടക്കും. ഇപ്പോൾ നമ്മൾ നടക്കുന്നത് സെപ്റ്റംബർ 19, 20 തീയതികളിൽ ഒരു മെഗാ ഇവന്റ് കാളാണ്ടിത്താഴം അവിടെ പ്രത്യേകം സജ്ജീകരിച്ച N രവീന്ദ്രൻ സ്മൃതി ഇടത്തിൽ. അതിൽ സെപ്റ്റംബർ 19-ന് പ്രമുഖ വാഗ്മിയും നർമ്മ പ്രഭാഷകനുമായിട്ടുള്ള ശ്രീ VK സുരേഷ് ബാബു ആണ് അന്ന് വന്ന് നമ്മളോട് സംവദിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ദർശനത്തെ ഇത്തരം 30 വർഷത്തിനിടയിൽ ഒരുപാട് സേവനങ്ങൾ നൽകിയ ഒരുപാട് പ്രമുഖ വ്യക്തികളെ ആദരിക്കുകയും ചെയ്യുന്നുണ്ട്. പല റെസിഡൻസിൽ നിന്ന് വരുന്ന കലാകാരന്മാരുടെ ഒരു നൃത്തസന്ധ്യയും അന്നുണ്ടാകും. അതിനുശേഷം 20-ാം തീയതി പ്രമുഖ നാടൻപാട്ട് കലാകാരിയായ പ്രസീത ചാലക്കുടിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ ഉറവ് എന്ന് പറയുന്ന ഒരു നാടൻ കലാരൂപങ്ങളും. സെപ്റ്റംബർ 19, 20 തീയതികളിൽ ദർശനം സാംസ്കാരിക വേദിയുടെ 30ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള മെഗാ ഇവന്റ് നടക്കും. കളാണ്ടിത്താഴത്ത് സജ്ജീകരിച്ച N രവീന്ദ്രൻ സ്മൃതിയിടത്തിലാണ് മെഗാ ഇവന്റ് നടക്കുക. VK സുരേഷ് ബാബുവിന്റെ പ്രഭാഷണവും പ്രാദേശിക കലാകാരന്മാരുടെ നൃത്തസന്ധ്യയും കരോക്കെ ഗാനമേളയും അരങ്ങേറും. സെപ്റ്റംബർ 20-ന് പ്രമുഖ നാടൻ പാട്ടുകാരി പ്രസീത ചാലക്കുടിയും സംഘവും ഉറവ് നാടൻ പാട്ട് അവതരിപ്പിക്കും. സെപ്റ്റംബർ 21-ന് പ്രാദേശിക സാംസ്കാരിക പ്രവർത്തകരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സാംസ്കാരിക സംഗമവും സംഘടിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ K സതീശൻ, P സിദ്ധാർത്ഥൻ, K കുഞ്ഞാലി സഹീർ, സൽമി സത്യാർത്ഥി, V ഹരികൃഷ്ണൻ, PT സന്തോഷ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേസരി ഭവനിൽ ഈ വർഷത്തെ നവരാത്രി സർഗോത്സവം സെപ്റ്റംബർ 20-ന് വൈകിട്ട് നടക്കുന്ന മഹാസാരസ്വത പൂജയോടെ ആരംഭിക്കും. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം മുഖ്യ അർച്ചകൻ സുബ്രഹ്മണ്യ അഡിക മുഖ്യ കാർമ്മികത്വം വഹിക്കും. നവരാത്രി സർഗ പ്രതിഭാ പുരസ്കാരം സെപ്റ്റംബർ 29-ന് മധു ബാലകൃഷ്ണന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സമർപ്പിക്കും. അങ്ങനെ വൈവിധ്യപൂർണമായ ഒരു നവരാത്രി ആഘോഷമാണ്. അത് കേവലം അനുഷ്ഠാനപരമായി നടത്തുന്ന ഒന്നല്ല കേസരി ഭവനിൽ. അതിന്റെ സാംസ്കാരിക വശത്തെ മുൻനിർത്തി ഒരു പത്രസ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ഒരു സാംസ്കാരിക ഉത്സവമായിട്ടാണ് കേസരി ഭവനിൽ നവരാത്രി സർഗോത്സവം നടക്കുന്നത്. കേസരി ഭവനിൽ നടക്കുന്ന നവരാത്രി സർഗോത്സവത്തിൽ സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ, ചലച്ചിത്ര നടി വിധു ബാല, പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ J നന്ദകുമാർ തുടങ്ങിയവരും പങ്കെടുക്കും. സർഗോത്സവ വേദിയിൽ പ്രമുഖ കലാകാരന്മാരായ ഏലൂർ ബിജു, ഡോക്ടർ RLV രാമകൃഷ്ണൻ, ഗായത്രി മധുസൂദനൻ, മനുരാജ് തിരുവനന്തപുരം, പട്ടാഭിരാമ പണ്ഡിറ്റ്, ഡോക്ടർ പ്രശാന്ത് വർമ്മ, ഭരദ്വാജ് സുബ്രഹ്മണ്യം, KVS ബാബു തുടങ്ങിയ പ്രമുഖ കലാകാരന്മാർ എത്തും. യോഗാ ശിബിരം, സാധനാ ശിബിരം, വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ, ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങിയ വിവിധ പരിപാടികളും സംഘടിപ്പിക്കും. ഒക്ടോബർ 2-ന് രാവിലെ സരസ്വതി മണ്ഡപത്തിൽ കുട്ടികൾക്ക് അക്ഷരദീക്ഷയും ചിത്രകല നൃത്ത വിദ്യാരംഭവും നടത്തുമെന്നും നവരാത്രി സർഗോത്സവ സമിതി പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ M രാജീവ്, കേസരി മുഖ്യപത്രാധിപർ ഡോക്ടർ NR മധു, മാതൃസമിതി അധ്യക്ഷ സുജാത ജയബാനു തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. രണ്ടാമത് കേരള സ്റ്റേറ്റ് ഓപ്പൺ കിഡ്സ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് സെപ്റ്റംബർ 20-ന് നടക്കാവ് ഗേൾസ് HSSൽ നടക്കും. ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. വേൾഡ് അത്ലറ്റിക് ഫെഡറേഷൻ പ്രൈമറി തലത്തിലെ കുട്ടികൾക്കായി രൂപകൽപ്പന ചെയ്തതാണ് കിഡ്സ് അത്ലറ്റിക്സ്. അപ്പോൾ സംസ്ഥാന അത്ലറ്റിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഈ വർഷം നമ്മൾ കോഴിക്കോട് ജില്ലയിലാണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത്. നടക്കാവ് ഗേൾസ് ഹൈസ്കൂൾ വെച്ചിട്ടാണ് അത് ഈ ഒരു പരിപാടി നടക്കുന്നത്. ഈ വരുന്ന സെപ്റ്റംബർ 20-നാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ കേരളത്തിലുള്ള എല്ലാ ജില്ലകളിൽ നിന്നും കുട്ടികളും അധ്യാപകരും ഒക്കെ തന്നെ മിക്കവാറും ചെറിയ കുട്ടികളായതുകൊണ്ട്, കിഡ്സ് ആയതുകൊണ്ട് മിക്കവാറും പാരൻസും കൂടെ അതിൻ്റെ കൂടെ നമ്മൾ ഇവിടേക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്.
സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളെ പ്രതിനിധീകരിച്ച് 1200 വിദ്യാർത്ഥികളും 150 ഒഫീഷ്യൽസും രണ്ടാമത് കേരള സ്റ്റേറ്റ് ഓപ്പൺ കിഡ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. 7 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. ഒളിമ്പ്യൻ ഇർഫാൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകളും മെഡലുകളും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ട്രോഫികളും ഗ്രൂപ്പുകളിൽ 1, 2, 3 സ്ഥാനങ്ങളും നൽകും. വാർത്താ സമ്മേളനത്തിൽ മഹറൂഫ് മണലുടി, KK രവീന്ദ്രൻ, KM ജോസഫ്, ഷാഫി അമായത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ചായ വിളി തുടങ്ങി. ചായ ഉഷ എവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടയർഡ് CI ചായ ഉണ്ടാക്കാൻ. അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. Bobby Chamanur International Jeweler. വൗ, എപ്പിക്. ഇത് പൊളിക്കും. എവിടെ അവിടെ ഇത് വേറെ ലെവലാണ്. സൗത്ത് ഇന്ത്യ ഇന്നേ വരെ കാണാത്ത എപ്പിക് എക്സ്പീരിയൻസ് ഇനി ഞങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്കും കാണാം. അനുഭവിച്ചറിയാം. മൈജി ഫ്യൂച്ചറിന്റെ ഇന്നേ വരെ കാണാത്ത ഏറ്റവും വലിയ എപ്പിക് ഷോറൂം മൈജിയുടെ സ്വന്തം നാടായ കോഴിക്കോട് തൊണ്ടയാട് വരുന്നു. മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കോഴിക്കോട്. ഡിജിറ്റൽ ഗാഡ്ജറ്റുകളുടെയും ഹോം അപ്ലയൻസുകളുടെയും കിച്ചൺ അപ്ലയൻസുകളുടെയും എപ്പിക് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് കോഴിക്കോട് മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയുടെ എപ്പിക് കളക്ഷൻസ്, എപ്പിക് ഓഫർ, എപ്പിക് വിലക്കുറവ്. ഈ വരുന്ന സെപ്റ്റംബർ 20 രാവിലെ 10 മണിക്ക് കോഴിക്കോട് തൊണ്ടയാട് മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിന്റെ ഉദ്ഘാടനത്തിനായി ഞങ്ങൾ എത്തും. നിങ്ങളുണ്ടാവില്ലേ? മൈജി ഫ്യൂച്ചർ തൊണ്ടയാട് ജംഗ്ഷൻ, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കുതിരവട്ടം ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷന്റെ 20ാം വാർഷികാഘോഷം കേരളോത്സവം സെപ്റ്റംബർ 19-നും 20-നും കുതിരവട്ടം ദേശപോഷിണി കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും. 19-ന് സാംസ്കാരിക സമ്മേളനവും അമ്മ മനസ്സ് പുസ്തക പ്രകാശനവും ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും. കുതിരവട്ടം ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷന്റെ 20ാം വാർഷികാഘോഷ ചടങ്ങിൽ സാമൂഹ്യ സംഘടന ആതുര സേവന രംഗത്ത് മികവ് തെളിയിച്ച വിശിഷ്ട വ്യക്തികൾക്കുള്ള കർമ്മശ്രേഷ്ഠ പുരസ്കാരങ്ങൾ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള വിതരണം ചെയ്യും. പാഠ്യേതര വിഷയങ്ങളിൽ ഉന്നത വിജയം നേടിയ കേര അംഗങ്ങളുടെ മക്കൾക്കുള്ള അനുമോദനവും മുതിർന്ന അംഗങ്ങൾക്കുള്ള ആദരവും നൽകും. സെപ്റ്റംബർ 20-ന് വൈകിട്ട് 4 മണി മുതൽ
കേരയിലെ മെമ്പർമാർ അവതരിപ്പിക്കുന്ന വിവിധയിനം കലാപരിപാടികളും അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ കേര പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയപ്രസാദ് ബാബു, വൈസ് പ്രസിഡന്റ് ജനാർദ്ദനൻ, സെക്രട്ടറി ബിജലി സി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. LG ഇലക്ട്രോണിക്സ് ഇന്ത്യ ലിമിറ്റഡ് ഓണം പ്രമാണിച്ച് ഉപഭോക്താക്കൾക്കായി ഏർപ്പെടുത്തിയ നറുക്കെടുപ്പിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. LG ബെസ്റ്റ് ഷോപ്പിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഷോറൂം സാരഥികളിൽ നിന്നും വിജയികൾ ആകർഷകമായ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി. നിരവധി ഓഫറുകളും ഇളവുകളുമാണ് ഓണം പ്രമാണിച്ച് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയത്. തിരഞ്ഞെടുത്ത മോഡലുകൾ വാങ്ങുമ്പോൾ 26% വരെ ക്യാഷ് ബാക്ക്, ഒരു EMI സൗജന്യം, 888 രൂപ മുതൽ EMI എന്നിവയും, ഗ്ലാസ് ബൗൾ കിറ്റ്, മിനി റെഫ്രിജറേറ്റർ, പ്രൊഡക്റ്റുകൾക്ക് അധിക വാറണ്ടി, സൗജന്യ മെയിന്റനൻസ്, തിരഞ്ഞെടുത്ത LG ടിവികളിൽ സൗജന്യമായി 100-ലധികം ചാനലുകൾ, LG സൗണ്ട് ബാർ ഉൽപ്പന്നങ്ങളിൽ 30% വരെ ഡിസ്കൗണ്ട് തുടങ്ങി അത്യാകർഷകമായ വൈവിധ്യമാർന്ന ആനുകൂല്യങ്ങളും ഇളവുകളുമാണ് ലഭിക്കുന്നത്. ഓരോ 10 ദിവസം കൂടുന്തോറും നടക്കുന്ന ലക്കി ഡ്രോയിലൂടെ ഉപഭോക്താക്കൾക്ക് 100 LG ഉൽപ്പന്നങ്ങൾ വരെ നേടാനുള്ള സുവർണാവസരവുമുണ്ട്. 28 വർഷമായി LG ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ട്, അതിന്റെ 28ാമത്തെ ഓണാണ്. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും ഓണത്തോടനുബന്ധിച്ച് നമ്മൾ കസ്റ്റമേഴ്സിന് നിറയെ ഗിഫ്റ്റുകളും ഓഫേഴ്സും ഡിസ്കൗണ്ടുകളും എല്ലാം കൊടുക്കാറുണ്ട്. ഈ പ്രാവശ്യത്തെ ഓഫർ എന്തായിരുന്നു പറഞ്ഞാൽ ലക്കി ഡ്രോയിലൂടെ 500 കസ്റ്റമേഴ്സിന് ഓരോ LG പ്രോഡക്ട്സ് കൊടുക്കുമായിരുന്നു. ഓരോ 10 ദിവസം കൂടുമ്പോഴും നമുക്ക് നറുക്കെടുപ്പ് ഉണ്ടായിരുന്നു. സെപ്റ്റംബർ 30-നുള്ളിൽ 2 നറുക്കെടുപ്പ് കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ഈ 3 നറുക്കെടുപ്പിലൂടെ കിട്ടിയ കസ്റ്റമേഴ്സിന് കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള, നമുക്കിവിടെ കൺവീനിയൻ്റ് ആയിട്ട് സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കസ്റ്റമേഴ്സിനെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മൾ നേരിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അതിയായ സന്തോഷമുണ്ട്. ഒത്തിരി കസ്റ്റമേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മളെ കസ്റ്റമേഴ്സ്, കേരള കസ്റ്റമേഴ്സ് എല്ലാവരും ഏറ്റെടുത്തു. ഷോറൂമിൽ നടന്ന ചടങ്ങിൽ LG കോഴിക്കോട് ബ്രാഞ്ച് മാനേജർ മുഹമ്മദ് റാഫി, അക്കൗണ്ട്സ് മാനേജർ ജാക്സൺ ജോസഫ്, മാർക്കറ്റിംഗ് മാനേജർ ജിതിൻ PJ, സർവീസ് മാനേജർ റനിൽ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മൈക്രോവേവ് ഓവൻ, മിനി റെഫ്രിജറേറ്റർ, വാട്ടർ പ്യൂരിഫയറുകൾ, വാഷിംഗ് മെഷീൻ തുടങ്ങിയ സമ്മാനങ്ങളാണ് ഉപഭോക്താക്കൾക്ക് ലഭിച്ചത്. നജീം AP, സന്തോഷ് M, ഷിബിൻ ലാൽ, അക്ഷയ KK, സത്യൻ, ഷൈനി ഗണേശൻ, അക്ഷയ്, അചീന്ദർ VK തുടങ്ങിയവർ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി. സെപ്റ്റംബർ 30 വരെ ഓണം ഓഫറിന്റെ ഭാഗമായുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഉപഭോക്താക്കൾക്ക് ലഭിക്കും. അടുത്ത നറുക്കെടുപ്പ് സെപ്റ്റംബർ 30-ന് നടക്കും. മികച്ച ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് എത്തിക്കുക എന്നതാണ് LG ബെസ്റ്റ് ഷോപ്പ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് സ്റ്റാർ കെയർ ആശുപത്രിയിൽ വെർച്വൽ റിയാലിറ്റി സഹായത്തോടെ എൻഡോസ്കോപ്പിക് സ്പൈൻ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി. സ്പൈൻ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ ഫസൽ റഹ്മാന്റെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടത്തുന്നത്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായാണ് ഇതെന്നും ആശുപത്രി സാരഥികൾ വിശദീകരിച്ചു. VR സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ശസ്ത്രക്രിയാ മേഖലയെ ത്രിമാന ദൃശ്യങ്ങളായി വലുതായി കൂടുതൽ മികവോടെ കാണാനും MRI, X-ray, CT സ്കാൻ എന്നിവയുടെ തത്സമയ ചിത്രങ്ങൾ VR ഹെഡ്സെറ്റ് വഴി ഒരുമിച്ച് കാണാനും കഴിയും. പല സ്ക്രീനുകൾക്കിടയിൽ ശ്രദ്ധ മാറ്റേണ്ടതില്ലാത്തതുകൊണ്ട് ശസ്ത്രക്രിയയുടെ കൃത്യതയും സുരക്ഷിതത്വവും വർദ്ധിക്കുന്നുവെന്നും ആശുപത്രി അധികൃതർ വിശദീകരിച്ചു. 8 മാസമായി ഇടതുകാലിൽ തീവ്രവേദന അനുഭവിച്ചിരുന്ന രോഗിക്ക് പല ചികിത്സകളും ഫലപ്രദമാകാതെ വന്ന സാഹചര്യത്തിലാണ് ഏകദേശം 70 മിനിറ്റ് നീണ്ട VR സഹായത്തോടെയുള്ള എൻഡോസ്കോപ്പിക് ശസ്ത്രക്രിയ നടത്തിയത്. 12 മണിക്കൂറിനുള്ളിൽ രോഗി നടക്കാനും അടുത്ത ദിവസം തന്നെ ആശുപത്രിയിൽ നിന്നും പൂർണ്ണ സുഖം പ്രാപിച്ച് ഡിസ്ചാർജ് ചെയ്യാനും കഴിഞ്ഞു. എൻഡോസ്കോപ്പി വഴി സ്പൈൻ സർജറിയുടെ സാധ്യതകളാണ് ഇത് തെളിയിക്കുന്നതെന്ന് ഡോക്ടർ ഫസൽ റഹ്മാൻ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അബ്ദുള്ള ചെറിയക്കാട്ട്, CEO സത്യ, സീനിയർ കൺസൾട്ടന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജിത്ത് TG, മിനിമലി ഇൻവേസീവ് ആൻഡ് റോബോട്ടിക് സ്പൈൻ സർജൻ ഡോക്ടർ ഫസൽ റഹ്മാൻ T തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KSU ജില്ലാ പ്രസിഡന്റ് പോലീസിനെതിരെ നടത്തിയത് വൈകാരിക പ്രകടനമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി VP ദുൽഖിഫിൽ. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായി യുവമോർച്ചയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ്.
ഇന്ത്യൻ റെയിൽവേയുമായി വയനാടിനെ ബന്ധിപ്പിക്കണമെന്ന് വിവിധ സംഘടനകൾ. തെരുവ് നായ ശല്യം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് റെസിഡൻസ് അപ്പെക്സ് കൗൺസിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.